ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറേ നാളായി കണ്ടിട്ട്. ഇന്ന് ഞാനിട്ടിരിക്കുന്നത് ഒരു ഫൺ വീഡിയോ ആണ്. അപ്പം നമുക്ക് കണ്ടാലോ. മാമ, മുടി വെട്ടാൻ റെഡിയാണോ? ഏ ആന്നോന്ന്. പക്ഷെ കുറച്ച് അത് ശരി. അപ്പം അമ്മാമ്മയ്ക്ക് എങ്ങനെ വെട്ടണം എന്നാണ്? ഏത് ഹെയർ സ്റ്റൈൽ വേണം? എനിക്ക് സ്റ്റൈലൊന്നും വേണ്ട. അപ്പോൾ അമ്മാമ്മയ്ക്ക് പ്രതിയുടെ സലൂണിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇതൊക്കെയാണ് ഉള്ളത്. കവർ ചെയ്യാൻ അതിന് പറ്റിയ സംഭവം ഇല്ലാത്തതിനാൽ നമ്മൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതേ ക്ലോത്ത് ക്ലിപ്പ് വെച്ചിട്ടാണ് ഇന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ കാർ കൂന്തൽ. നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാനായിട്ട് തൽക്കാലം ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഇത് തുണി കട്ട് ചെയ്യുന്ന സിസേഴ്സ് ആണ് തൽക്കാലം നമ്മളുടെ കയ്യിലുള്ളത്. ഇത് വെച്ച് നമുക്ക് ഇന്ന് ഈ പരിപാടി നടത്താം. നമുക്ക് അമ്മമ്മയുടെ തലയിൽ മുടി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം കുത്താനായിട്ടുള്ള ക്ലിപ്സ് സെയിം ക്ലോത്ത് ക്ലിപ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അമ്മാമ്മ റെഡിയാണോ? ക്ഷീണിച്ചിരിക്കുക ഇപ്പോഴേയോ? ഇനി സമയമുണ്ട്. ഹെയർ കട്ട് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓരായി തുടങ്ങിയോ? എവിടെ? ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ എടുക്കാൻ പോയിരിക്കുക അമ്മ. അപ്പൊ ദേ ഇതാണ് നമ്മൾ മറന്നുപോയ ആ സാധനം. ഇതെടുക്കാനാണ് അമ്മ പോയത്. അങ്ങനെ നമുക്കിനി ഹെയർ കട്ടിലേക്ക് കടക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഹെയർ കട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. കോംബ്, ഇത് നമുക്ക് ഹെയർ ക്ലിപ്സിന് പകരം ക്ലോത്ത് ക്ലിപ്പ് യൂസ് ചെയ്യാം. പിന്നെ ദേ സിസേഴ്സ്, ഇത് ക്ലോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇന്ന് ഹെയറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്പ്രേ ബോട്ടിൽ ഞാനൊരു ലെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. അപ്പൊ ദേ തുമ്പ് മുറിക്കുന്നതാണോ ഈ വേലയൊക്കെ? പേഷ്യൻസ് അമ്മാമ, പേഷ്യൻസ്. പ്രതിയുടെ സലൂണിൽ വരുമ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഹെയർ സ്റ്റൈൽ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? പിന്നെ എന്തൊക്കെയുണ്ട് അമ്മാമ? ഇങ്ങനെയാണല്ലോ സാധാരണ സലൂണിൽ ചെന്നാൽ അവർ നമ്മളടുത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അമ്മാമയുടെ ഹെയർ കട്ട് ഞാൻ ഭംഗിയായി ചെയ്തു തരുന്നതായിരിക്കും. ടെൻഷൻ ഉണ്ടോ? ഇതേത് വിധമായി വരും എന്നാണ് ഇപ്പൊ അമ്മാമ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങണം എനിക്ക്. അമ്മാമയ്ക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്. പ്രോട്ടീൻ ഒക്കെ എടുക്കുന്നോ അമ്മാമ? എന്ത്? മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടോന്ന്? വിറ്റമിൻ ഡിയുടെ കുറവ് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാമ വെയിലൊക്കെ കൊള്ളണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? അമ്മാമ റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. എന്റെ ഈ വീഡിയോ നീളുന്നതോടുകൂടി അമ്മാമയ്ക്ക് ദേഷ്യം വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഹെയർ കട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പ്രേ ചെയ്യാം. ഓക്കേ, നമ്മളപ്പോ ചെവിയുടെ ഇവിടെ നിന്നുള്ള ആ ഒരു പാർട്ടീഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികം സ്പ്രേ ചെയ്തില്ല, ലൈറ്റായിട്ട് മാത്രമേ സ്പ്രേ ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ? ഇങ്ങനെയാണ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇതേ കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇനി ബാക്കിയുള്ള ഹെയർ നമ്മളിങ്ങനെ പോലെ സെപ്പറേറ്റ് ആയിട്ട്
ക്ലിപ്പ് ചെയ്ത് വെക്കാം. അമ്മാമ ഏകാന്തതയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ഇതെപ്പോ തീർന്നു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അമ്മാമ. അമ്മാമ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പൊ തുടങ്ങട്ടെ. അപ്പോ നമ്മൾ ഹെയർ കട്ടിങ്ങിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എത്ര നീളം കുറയ്ക്കണോ അമ്മാമ? ഒരുപാട് കുറയ്ക്കണോ? വേണ്ട. അമ്മാമയ്ക്ക് ഓൾറെഡി ലെയേഴ്സ് ആണല്ലോ, ഇഷ്ടംപോലെ ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് ലെയർ എവിടെ വെക്കുമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. അയ്യോ വേണ്ട, ഇതിനൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഇത്രയും ഇത്രയും ലെങ്ത് ആണ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമേ, നന്നായി വരണേ ഈശ്വര. ഏത് വിധമായി വീഴും ദൈവമേ. ഇനി നമുക്ക് ബാക്കിയുള്ള ഹെയറിന്റെ ലെങ്ത് കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇത്രയും കട്ട് ചെയ്താൽ മതി എന്നാണ്. അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേ നമുക്ക് ഇത്രയും കട്ട് ചെയ്യാം. മാമ ഇത്രയും ഓക്കെ അല്ലേ? ഓ, മാമയ്ക്ക് കാണാൻ പറ്റില്ല, സോറി. കാണാൻ പക്ഷെ മിറർ ഇല്ല. പക്ഷെ അതൊരു വല്ലാത്ത മിസ്റ്റേക്ക് ആയി പോയി. ഒരു മിററും കൂടെ ഫ്രണ്ടിൽ വേണമായിരുന്നു. സാരമില്ല. അങ്ങനെ നമ്മൾ ഒരു മിറർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മാമ ഈ മിറർ പിടിച്ചോണ്ടിരുന്നോളൂ പ്ലീസ്. അമ്മാമ, എന്റെ സലൂണിൽ അമ്മാമയ്ക്ക് ദേ ഓറഞ്ച് ജ്യൂസ് കിട്ടുന്നതായിരിക്കും. കുടിച്ചോളൂ. പാവം അമ്മാമ ആകെ ടയർഡായിരിക്കുകയാണ്. എങ്ങനുണ്ട്? അപ്പോ നമ്മളിനി ബാക്കി ചെയ്ത് തീർക്കാനുള്ള പോർഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് അമ്മാമ്മയുടെ ചോദിക്കാം. അമ്മാമ മിറർ കാണിക്കൂ. അമ്മാമ ഇതാ ഇത്രയും മുറിക്കട്ടെ? ഓക്കേ, നമുക്ക് ഇത്രയും മുറിക്കാം. എന്നത് കുറച്ചുകൂടെ നീളം കുറയ്ക്കണം എന്നാണ്. ഏയ്, അമ്മാമയ്ക്ക് എന്താ എന്നിൽ കോൺഫിഡൻസ് ഇല്ലേ? ഞാൻ വൃത്തിയേടാക്കുവോ? അത് തന്നെയാണ് അമ്മാമയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ സിസേഴ്സിന്റെ അടിയിൽ ഇരുന്ന് തഴുന്നത് തന്നെയാണ് അമ്മാമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അല്ലേ? എന്താ അപ്പൊ നമുക്ക് ഇത്രയും കൂടെ കട്ട് ചെയ്യാം. നോക്കാം, ഇത്രയും കൂടെ
ഇത്രയും കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ലെങ്ത് എനിക്ക് എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. ഓക്കെ, സിസേഴ്സ് ഒരുതരം തെന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അമ്മാമ്മയുടെ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു ചെറിയ അവിടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു തീർക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. എന്താ അമ്മാമ്മ, സന്തോഷായില്ലേ? ആ, സന്തോഷമായി. ആ, അപ്പോ ഇതാണ് അമ്മാമ്മയുടെ ഫൈനൽ ലുക്ക്. നേരത്തെക്കാളും കുറച്ചുകൂടെ വോള്യൂം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ആ ലെയേഴ്സ് നമ്മൾ ചെയ്തത് കൊണ്ടാണ്. അമ്മാമ്മ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ദേ അമ്മാമ്മയുടെ ലെയേഴ്സ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. നേരത്തെക്കാളും വോള്യൂം ഉള്ളതായിട്ടും തോന്നുന്നുണ്ട്. എനിക്ക് വീഡിയോസ് എല്ലാം എടുത്ത അമ്മയാണ്. അമ്മാമ്മ യുഎസിനോട് ബൈ പറയൂ. ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മളിത് നാച്ചുറലി ഡ്രൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ അമ്മാമ്മയ്ക്ക് വേണ്ടി. അമ്മാമ്മ എങ്ങനെ? സന്തോഷമായി. കൊള്ളാമോ? കൊള്ളാം. ഇഷ്ടായോ? കണ്ടില്ലേ അമ്മമ്മയുടെ കേൾസ് ഒക്കെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ശരി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ് ഗൈസ്. ചിരിക്കേ. ആ, ചുന്ദരിക്കുട്ടി ആയിട്ടുണ്ട് ഇപ്പൊ. എന്താണ്? ഫീസ് എത്ര? അത് ശരി, എത്ര തരും? ചോദിക്കുന്നത് തരും. ഓഹോ, അത് ശരി. ഇത് ഫീസൊന്നും വേണ്ട. ഇതിന് ഫീസൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന സർവീസാണ്. ഓ, വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.